പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24-ാം തിരുവചനം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ലോകവും വേണം, ദൈവവും വേണം എന്ന ചിന്തയാണ്. ലോകത്തിൻ്റെ മോഹവലയത്തിൽപ്പെട്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരേ ഒരു അവസരമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്ന ചിന്ത നമ്മിൽ പലരിലും ഉണ്ട്. ധനം സമ്പാദിക്കണമെന്ന ചിന്തയിൽ ജീവിക്കുന്നവരും പേരും പെരുമയും പ്രശസ്തിയും ലോകത്തിൻ്റെ അംഗീകാരവും കയ്യടിയുമെല്ലാം നേടുന്നതാണ് വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നവരും ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തെയും വേണം എന്ന് നാം വാശി പിടിക്കുകയാണ്. ആത്മാവിനെ വിറ്റുകൊണ്ട് ലോകം നേടുന്നവരാണ് നമ്മിൽ പലരും. നമുക്ക് യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അല്ല എങ്കിൽ ലോകത്തിൻ്റെ വഴിയെ പോവുകയാണെങ്കിൽ നമ്മുടെ ആത്മനാശമാണ് ഉണ്ടാകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ൽ യേശു പറയുന്നു: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി ഒരുവന് എന്താണ് കൊടുക്കുക എന്ന്. സ്വന്തം ആത്മാവിന് പകരമായിട്ട് ദൈവത്തിന് കൊടുക്കാൻ എന്താണ് ഉണ്ടായിരിക്കുക എന്ന്? ഒന്നും ഉണ്ടാകുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഇന്ന് മനുഷ്യൻ്റെ ലക്ഷ്യം ലോക സുഖങ്ങൾ നേടിയെടുക്കുക എന്നതാണ്. ധനം സമ്പാദിക്കണം, അതുപോലെ വലിയ വീട് വയ്ക്കണം. ഏതു വിധത്തിലും ധനം സമ്പാദിക്കാൻ വേണ്ടി ഹീനമായ മാർഗങ്ങൾ, ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ മനുഷ്യൻ മടിക്കുന്നില്ല. റോമ 8-7 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്: ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം മായ്ച്ചു കളയാതെ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിലാണ് താല്പര്യം വയ്ക്കുന്നത്, മനസ്സ് വയ്ക്കുന്നതും അതിൽ തന്നെയാണ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ജപമാല ചൊല്ലുന്നവരും ഒക്കെയാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നത് എന്താണ്? വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും സ്വാർത്ഥതയും അഹങ്കാരവും വിദ്വേഷവും ദുരാശകളും ദുർമോഹങ്ങളും ഒക്കെയാണ്. അത് കാണുന്ന കർത്താവ്, നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മെ ശരിയായി തന്നെ വിധിക്കുകയും ചെയ്യും. കർത്താവിനെ കബളിപ്പിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. കാരണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. മത്തായി 5:8 യേശു പറയുന്നുണ്ട്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന്. അതിനാൽ നാം ഹൃദയശുദ്ധി വരുത്തി നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന ചിന്തയോടെ നന്ദി പറഞ്ഞുകൊണ്ട്
യേശുവിനെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.